നമ്മുടെ പ്രിയങ്ക ഗാന്ധി ആസാം ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി കാമാഖ്യ ക്ഷേത്രത്തിൽ ചെന്നു. കാമാഖ്യ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു നാഗസന്യാസി വന്ന് പ്രിയങ്ക ഗാന്ധിയെ അനുഗ്രഹിച്ചു. മോളെ, നീ അടുത്ത പ്രധാനമന്ത്രിയാവും, ബേട്ടി തും പ്രധാനമന്ത്രി ബനേങ്കി എന്നോ മറ്റാണ്, എൻ്റെ ഇന്ത്യയാണ്, ക്ഷമിക്കണം, എന്നോ മറ്റോ പറഞ്ഞു. പ്രിയങ്ക വളരെ ലജ്ജാവതിയായി അത് സ്വീകരിച്ചു എന്നൊക്കെ വാർത്തയുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയാണ് 100ഓളം തെരഞ്ഞെടുപ്പുകളിൽ എല്ലാത്തിനും തോറ്റു. സെഞ്ചുറി അടിക്കാൻ ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അത് 2 3 എനിക്ക് തോന്നുന്നു ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സെഞ്ചുറി തികയും. 100 തെരഞ്ഞെടുപ്പുകൾ നയിച്ചിട്ട് മഹാഭൂരിപക്ഷവും തോറ്റ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. ഔട്ട്ഡേറ്റഡായി, വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ മൂക്കും മുടിയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. ആ പ്രിയങ്ക കുറച്ചുകൂടെ സജീവമാവുന്നുണ്ട്. രാഹുലിനെ സൈഡ് ലൈൻ ചെയ്ത്, അല്ലെങ്കിൽ രാഹുലിനെ പട്ടായക്ക് വിട്ടിട്ട് അടുത്ത ഇന്ത്യ മുന്നണിയുടെ നായികയായിട്ട് പ്രിയങ്ക ഗാന്ധി വരാൻ വല്ല സാധ്യതയുണ്ടോ? സുനിൽ, അവർ കാമാഖ്യ ക്ഷേത്രത്തിൽ പോയതിനെ കുറിച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. അവരുടെ സന്യാസി അനുഗ്രഹിക്കുന്നതും അവർ നാണത്തോടുകൂടി വതിയായിട്ട് ഇങ്ങനെ നിന്ന് അനുഗ്രഹിച്ചു വാങ്ങുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ കഥ പറയാം. എന്നെ ചീത്ത പറയുന്നത് ഞാൻ പറയുമ്പോൾ പുരാണ കഥ കൊണ്ടുവരാമെന്ന് പറയും. നമ്മൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് 87-88 പീരീഡൊക്കെ ആയപ്പോഴത്തേക്ക് രാജീവ് ഗാന്ധിയുടെ ഇമേജ് മൊത്തം പോയി. ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രധാനമന്ത്രി പദ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് എല്ലാ ജനങ്ങളും ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ എല്ലാ മന്ത്രിമാരും, ഡൽഹിയിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഓരോ ജ്യോതിഷികളെയും സന്യാസികളെയും തേടിപ്പോയി അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അക്കൂട്ടത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ബൂട്ടാ സിംഗ് എന്ന് പറഞ്ഞു, കേട്ടിട്ടുണ്ടോ? ബൂട്ടാ സിംഗിനെ കേട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കായിരുന്നു, സർദാറാണ്. അയാളെ ഈ തങ്കയ്യായിട്ട് പ്രഖ്യാപിച്ചതാ. കൽസ തങ്കയ്യ എന്ന് പറഞ്ഞ തെറ്റുകാരൻ, കുറ്റവാളി. അതാണ് അത് കണ്ടത്, ഷൂ പോളിഷ്. അതിന് മുമ്പ് അയാൾ എന്താ ചെയ്തത്, അതിനൊരു കാരണം എന്തായിരുന്നു അറിയാമോ? ഇയാള് UP-യിലുള്ള ഒരു നഗരത്തിലൊരു സന്യാസി എന്നെ പോയി കണ്ടു. അപ്പൊ ഈ സന്യാസി ഒരിക്കലും നമ്മളെപ്പോലെ ഇങ്ങനെ കസേര ഇട്ടിട്ട് ഭൂമിയിൽ ഇരിക്കുകയൊന്നുമില്ല. അയാൾ ഏത് നേരം ഒരു മരത്തിൻ്റെ മുകളിലായിരിക്കണം. മരത്തിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം വെച്ച് കെട്ടിയിട്ട് ഒരു 2 അടി 3 അടി പൊക്കത്തിൽ, 3 അടിയല്ല, 5-6 അടി പൊക്കത്തിൽ ഒരു പ്ലാറ്റ്ഫോം വെച്ച് കെട്ടിയിട്ട് ഇയാൾ അവിടെ ഇരിക്കണം. അയാൾ ആരെയും തൊടുവൊന്നുമില്ല. അപ്പോൾ ഇയാൾ ചെന്ന് ബൂട്ടാ സിംഗ് ചെന്ന് തൊഴുന്ന സമയത്ത് ഇയാൾ ഈ സന്യാസി അനുഗ്രഹിക്കണം എങ്ങനെയാണെന്നറിയാമോ? കാലുകൊണ്ട് ബൂട്ടാ സിംഗിൻ്റെ തലയിൽ 2 തട്ട് കെട്ടും, 2 ചവിട്ടിയോട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു, പൊക്കോ, താൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണ്. സിഖ് മതത്തിൽപ്പെട്ട ഒരുത്തൻ്റെ തലയിൽ ചവിട്ടുക, അതും ഇത് ഈ തലക്കെട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമായ ഒരു വസ്ത്രമാണ്. അതിൽ ചവിട്ടുക, എന്നിട്ട് ഈ കണ്ട സന്യാസിയുടെ ഇത് മേടിക്കുക. നല്ല കാര്യമായി. അയാൾ വലിയ പൊസിഷനിൽ എത്തുന്നതാണ് സന്യാസി പറഞ്ഞത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാൾ തോറ്റു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാളും തോറ്റു, രാജീവ് ഗാന്ധിയും തോറ്റു. പിന്നെയുണ്ട് ഇന്ദിരാഗാന്ധി, എന്താ പറയുക, അവർക്ക് വേണ്ടപ്പെട്ട ശങ്കരാചാര്യന്മാരെന്ന് പറഞ്ഞ് പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയി അനുഗ്രഹം മേടിക്കും. പിന്നെ ഇന്ദിരാഗാന്ധിനെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചേക്കുന്ന സന്യാസി ഉണ്ടല്ലോ, ബ്രഹ്മചാരി, ധീരേന്ദ്ര ബ്രഹ്മചാരി. നമ്മളൊക്കെ വിളിക്കുന്ന ഭോഗേന്ദ്ര ബ്രഹ്മചാരി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അന്ന് എല്ലാവരും അവരെ അങ്ങനെയാണ് ആ സന്യാസിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും തെറ്റെല്ലാം ചെയ്തു കഴിഞ്ഞ് പിന്നെ ഈ പ്രിയങ്ക ഗാന്ധി, കമ്മിങ് ബാക്ക് ടു ദ സബ്ജക്റ്റ്, പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിക്കണ ഞാൻ കണ്ടു. അതിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടല്ലോ ലോക്സഭ TV-യിൽ. അവർക്ക് പ്രസംഗിക്കാനും അറിയാൻ പാടില്ല, എന്താ പറയേണ്ടത്, എങ്ങനെ പറയണോ അതൊന്നും അറിയാൻ പാടില്ല. ഒരു നേതാവ്, ഒരു പാർലമെൻറ്റ് അംഗം പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട്. അതൊന്നും ഇല്ലാണ്ട് എഴുതിക്കൊടുത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. ആയ്മയ്ക്ക് എഴുതി കിട്ടിയ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് വായിക്കണം. അവർ പ്രസംഗിക്കണ കണ്ട് കൈയടിക്കണ 3-4 പേരുണ്ട് സ്ഥിരം. നമ്മുടെ ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, പിന്നെ ഒരു ശ്രീകണ്ഠനോ മണികണ്ഠനോ പറഞ്ഞ ഒരാളുണ്ട്. ഇവരൊന്നും അല്ലാണ്ട് ഉത്തരേന്ത്യക്കാരും ആരും കൈയടിക്കണം ഞാൻ കണ്ടിട്ടില്ല.
പിന്നെ കുറെ സർദാർജിമാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുണ്ട്. കാരണം അവരെങ്ങനെ കോൺഗ്രസ് ചേർന്നു എന്നുള്ളതാണ്. കാരണം 84 കൂട്ടക്കൊല നടത്തിയ അവരുടെ സമുദായത്തിനെ കൂട്ടക്കൊല ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ദർ വിൽ ബി എ ബ്ലാക്ക് ഷീപ്പ് ഇൻ എവരി ഫാമിലി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വന്നതായിരിക്കാം. എനിക്ക് അവര് എന്താ പറയുന്നത്, അവര് ഈ പറഞ്ഞ പോലെ വയനാട്ടിലോ മലപ്പുറത്തോ കൊയിലാണ്ടിയിലൊക്കെ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് എത്തുമായിരിക്കും. പക്ഷേ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവും എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ എനിക്കത് ആലോചിക്കാൻ പറ്റണില്ല. അവർ നടക്കുന്നു എനിക്ക് തോന്നണില്ല. 542 അംഗങ്ങളുള്ള ലോക്സഭയിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 272 271 272 ആ 272 MP ചേർന്നിട്ട് വേണം അയ്മനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ സെലക്ട് ചെയ്യുന്ന പറയണം? അവരെവിടെ ഉണ്ട് ഇപ്പോൾ? കോൺഗ്രസ് യുപിയിലുണ്ടോ? ടെൽ മീ. ബീഹാറിലുണ്ടോ? മധ്യപ്രദേശിലുണ്ടോ? രാജസ്ഥാനിലുണ്ടോ? ഗുജറാത്തിലുണ്ടോ? പഞ്ചാബിലുണ്ടോ? ഉത്തരം തീർന്നില്ലേ? ഇനി ഇതിൽ കൂടുതൽ രാഹുൽ ഗാന്ധി ഈസ് എ ടോട്ടൽ ഫെയിലിയർ. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് കലക്കിയതോടുകൂടി അയാളുടെ പേരും പോയി, അയാളുടെ മറ്റേ എന്താ പറയുന്ന പിങ്കിയും പൊങ്കിയും ഒക്കെ പോയി. അവരിപ്പോ എന്താ പറയുക, അണ്ടർഗ്രൗണ്ടിലാണ്, പുറത്തു വന്നിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. അവർ ആ കൂടി തവിടുപിടിയായി. അത് മാത്രമല്ല, സാറ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, സാറിന്റെ അഭാവത്തിൽ നമ്മൾ ഫോണിൽ സംസാരിച്ചെടുത്തു നരവനയുടെ ഇഷ്യൂ. അതെ അതെ. രാഹുൽ ഗാന്ധിയുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഓടി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അതെ 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 അതെ. എന്നിട്ട് പറഞ്ഞുണ്ടാക്കി BJP പ്രവർത്തകർ രാഹുൽ ഗാന്ധിനെ വളഞ്ഞു എന്നാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞുണ്ടാക്കി. മാധ്യമപ്രവർത്തകർ മുഴുവൻ BJP-ക്കാരാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പൊ ആസാം എന്തായാലും കോൺഗ്രസ് ജയിക്കാൻ പോകും. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മനെ തോൽപ്പിക്കാൻ പറ്റുന്ന സുനിൽ കരുതുന്നുണ്ടോ? കാണുന്നുണ്ട്, ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട് സാർ. അദ്ദേഹം വന്നിറങ്ങുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ജനം മാമാ മാമാ എന്ന് വിളിച്ച് ആർത്തലച്ച് വരികയാണ്. പുള്ളി സെക്യൂരിറ്റിയൊക്കെ മറികടന്ന് ജനങ്ങൾക്കിടെ ഇങ്ങനെ മാമ, എന്താ ഈ ആസാമിൽ മാമ ബഹുമാനത്തോടുകൂടി വിളിക്കുന്നതാണ്. അത് നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാൻ ഇല്ലേ, ശിവരാജ് സിംഗ് ചൗഹാൻ എല്ലാവരും മാമ എന്നാണല്ലോ വിളിക്കണേ. ആദരവാണ്, ആദരവോടുകൂടി വിളിക്കുന്നതാണ്. മാമാന്ന് വിളിച്ചാൽ ബഹുമാനസൂചകമായിട്ട് വിളിക്കുന്നതാണ്. ആ മനുഷ്യൻ ആസാമിലെ ജനങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയാം. ആസാമിലെ ജനങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സ് നന്നായിട്ട് അറിയാം. കാരണം അതൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. എന്തുകൊണ്ട് അയാൾ കോൺഗ്രസ് വിട്ടു പോയത്? ഈ പൊട്ടന്റെ കയ്യിലിരിപ്പുകാരനാണ്. സുനിൽ പറഞ്ഞിട്ടില്ലേ, അയാൾ ചെന്നപ്പോ എങ്ങനെയാ അയാളോട് പെരുമാറിയത്? ഇവര് ഒരിക്കൽ ഞാനൊരു ഒരു ലേഖനത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ MO മത്തായിയൊക്കെ ഉണ്ടല്ലോ, MO മത്തായി എന്താ സിഗരറ്റ് വലിച്ചിട്ട് നെഹ്റുവിൻ്റെ മുഖത്തേക്ക് പുക ഊതി വിടാറുണ്ടായിരുന്നു. ശരിക്കും പ്രധാനമന്ത്രിയുടെ എന്ത് കാര്യം അയാള്? കാരണം MO മത്തായിയാണ് MO മത്തായി അയാളുടെ ആത്മകഥയില് എന്താ റെമിനിസൻസസ് ഓഫ് ദ നെഹ്റു ഇറയില് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ സംസ്കൃത ശ്ലോകം വന്നപ്പോൾ നെഹ്റുവിന് അറിയില്ലായിരുന്നു. ഇയാളാണ് പറഞ്ഞു കൊടുത്തതെന്നാണ് എഴുതിയേക്കുന്നത്. ഈ ഫാമിലിക്ക് ഈ പറയുന്ന യാതൊരു പാണ്ഡിത്യം ഒന്നുമില്ല. ഇവർ വേണ്ടി പറയും ആറ്റമിക് എനർജി കണ്ടുപിടിച്ചത് നെഹ്റു ആന്ന് പറയും. വേണമെങ്കിൽ അവർ അവകാശപ്പെടുന്നുണ്ടല്ലോ, ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ പിതാവ് ഹോമി ബാബ ഒന്നുമല്ല, നെഹ്റു ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കോൺഗ്രസ്സുകാർ സ്ഥിരം പറയുന്നൊരു മറുപടിയാണ്, മോദി ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അടിത്തറയിട്ടത് നെഹ്റു ആണ്. എന്തടിത്തറ? ഈ സുനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അന്നും 1947 മുമ്പും 1947 ശേഷവും ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഉത്തരേന്ത്യയിൽ ഭയങ്കര വെള്ളപ്പൊക്കം വരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ വരൾച്ച, ദക്ഷിണേന്ത്യയിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ഉത്തരേന്ത്യയിൽ വരൾച്ച. ഇത് ഇവർക്ക് പരിഹരിക്കാൻ പറ്റൂല. ഇതിന് എന്ത് റോക്കറ്റ് ടെക്നോളജിയാണ് വേണ്ടത് ഇവർക്ക് പരിഹരിക്കാനായിട്ട്? അവർ ചെയ്തോ? അവരുടെ തന്നെ മന്ത്രിസഭയിലുണ്ടായിരുന്ന KL റാവു എന്ന് പറഞ്ഞ മന്ത്രി അവരോട് പറഞ്ഞാണ് ഇന്ത്യയിലെ നദികൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കണം. അത് വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമാണ്. അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ നെഹ്റുവോ അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഒന്നും ശ്രദ്ധിച്ചില്ല. അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി 2002 ഒരു വിധി പ്രഖ്യാപിച്ചു കേന്ദ്ര ഗവൺമെന്റിനോട് ഈ പദ്ധതിയുടെ ഫീസിബിലിറ്റി എന്താണെന്ന് വേഗം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വാജ്പേയി ഗവൺമെന്റ് അതിനു മുമ്പ് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുരേഷ് പ്രഭു എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, വാജ്പേയിയുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു അദ്ദേഹം, ബോംബെക്കാരൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റാ, ചെറുപ്പക്കാരൻ.
അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഈ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി ഇന്റർലിങ്കിങ് ഓഫ് റിവേഴ്സിനെ കുറിച്ചിട്ട് വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അധ്യക്ഷനായി. ആ ടാസ്ക് ഫോഴ്സിൻ്റെ അധ്യക്ഷൻ സുരേഷ് പ്രഭു ആയിരുന്നു. ഇത് പറയുമ്പോൾ ഒരാളെ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് മാർട്ടിനെ എനിക്ക് ഒരുപാട് ദീർഘകാലമായിട്ട് അറിയാം. അദ്ദേഹം 2000-ന്റെ തുടക്കത്തിൽ തന്നെ ഈ നദീ സംയോജനത്തിന് വേണ്ടിയിട്ട് അതേക്കുറിച്ച് പഠിക്കുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉൾപ്പെടെ കേസ് കൊടുക്കുകയും ചെയ്ത ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ കേസ് പരിഗണിച്ചായിരിക്കണം സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇത് തമിഴ്നാട്ടില് ഒരു നമ്മുടെ വൈക്കോട് ഒരു ബന്ധുവുണ്ട്, രാധാകൃഷ്ണൻ. ഇപ്പൊ BJP-യിലാണ് രാധാകൃഷ്ണനാണ് അന്ന് കേസ് ലീഡ് കേസായിട്ട് കൊടുത്തത്. എനിക്ക് മാർട്ടിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. മാർട്ടിന് ആ പെറ്റീഷൻ കൊടുത്തത് എനിക്കറിയാം. ദെൻ അത് മാത്രമല്ല, ഇത് എത്രയോ വർഷം മുമ്പ് പേര് പറഞ്ഞാല് ഒരു പാഴ്സി പൈലറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദസ്തൂർ എന്നാണ്, ക്യാപ്റ്റൻ ദസ്തൂർ. അദ്ദേഹം ഈ വിമാനയാത്രക്കിടയിൽ അവർക്ക് അറിയാമല്ലോ, സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് അറിയാമല്ലോ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത്, ഈ ഗവൺമെൻറ്റിന് കൊടുത്തത്. നമുക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ, ഈ വെള്ളപ്പൊക്കത്തിൽ വരുന്ന അഡീഷണൽ വെള്ളം മുഴുവനും മറ്റു സ്ഥലങ്ങളിലേക്ക് ഡെഫിഷ്യൻ്റ് ഏരിയയിലേക്ക് മാറ്റുക. അത് ഫ്ലവർ ഗാർലൻഡ് ഓഫ് റിവേഴ്സ് എന്നാണ് അന്ന് പേരിട്ടിരുന്നത്. അതിനുശേഷം ഇതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായിട്ട് സംസാരിച്ച ആരാന്നറിയാമോ? സർ CP രാമസ്വാമി അയ്യർ. അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് അവർക്ക് പിന്നീടാണ് KL റാവു പറഞ്ഞത്. ഒന്നും നടക്കില്ല. ഇപ്പം അറ്റ്ലീസ്റ്റ് കെൻ ബേട്വ മധ്യപ്രദേശ് UP ആ ബണ്ടൽഖണ്ഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കൂടി ഒഴുകുന്ന 2 നദിയാണ്. ആ നദികൾ യോജിപ്പിക്കാനായിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അതിന് ഈ ഇന്ത്യയിലെ കാത്തോലിക് ചർച്ച് എതിരാ. എന്താ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നദികൾ കൂട്ടി യോജിപ്പിച്ചാൽ ജലക്ഷാമം എന്നത്തേക്കായിട്ട് പരിഹരിക്കപ്പെടും. പിന്നെ അവർ മതം മാറ്റാൻ പറ്റൂലല്ലോ അവർക്ക്. അതിൽ മദർ തെരേസയ്ക്ക് ശേഷം ഒരു അവരുടെ അടുത്ത ഹെഡ് വന്നില്ലേ, എന്താ ഞാൻ പേര് മറന്നു, അവരൊരു ഹിന്ദു പേരാണ് ആ സ്ത്രീക്ക്. അവർ ചോദിച്ചാണ്, ഈ നാട്ടിൽ പട്ടിണിയും രോഗവും ഒന്നും ഇല്ലാന്നായി കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യുന്നു? ഇതൊരു കച്ചവടമാണല്ലോ, ഈ മതപരിവർത്തനെ ഒരു വലിയ കച്ചവടമാണ്. ഇത് ഭയങ്കര $multi-billion ബിസിനസ്സാണ്. അതുകൊണ്ട് ഇവിടെ എന്നും പട്ടിണിയും പരിവട്ടവും നടക്കണം, നമ്മുടെ ആൾക്കാർ മുഴുവൻ എന്നും തെണ്ടിത്തിരിയണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇതിനൊക്കെ എതിർക്കണം. അതുകൊണ്ടാണ് അവർക്ക് രാഹുലിനെയും പ്രിയങ്കയും വളരെ ഇഷ്ടം. അതെ, മേധാ പട്കർ പള്ളിയുടെ ആളാണല്ലോ, അരുന്ധതി റോയ് പള്ളിയുടെ ആളാണല്ലോ. അവരൊക്കെയാണ് ഇതിനെതിരായിട്ട് സമരം ചെയ്യണം മുഴുവൻ. എനിവേ, നമ്മളിപ്പോൾ പ്രിയങ്കയുടെ കാര്യമല്ലേ പറഞ്ഞു. പ്രിയങ്ക ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പോകുന്നത്. പക്ഷെ അതിനുള്ളിൽ കുടുംബത്തിൽ റോബർട്ട് വാദ്രയ്ക്ക് അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പലതവണ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് സീറ്റ് കിട്ടിയില്ല. എന്നാൽ പിന്നെ തൻ്റെ ഭാര്യയുണ്ട്. ഇപ്പോൾ രാഹുൽ ഏതാണ്ട് ടോട്ടൽ ഫെയിലിയർ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. 100ാമത്തെ ഇലക്ഷൻ തോക്കാൻ പോവാം. പക്ഷെ എന്നാലും ആ തള്ള സമ്മതിക്കുമോ ഈ ചെറുക്കൻ ഫെയിലിയർ ആണെന്നുള്ള വിവരം? സോണിയാഗാന്ധി, ആന്റോണിയ മെയ്നോ അവര് സമ്മതിക്കുമോ ഇയാൾ ഫെയിലിയർ ആണെന്നുള്ള വിവരം? അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ സോണിയാഗാന്ധിക്ക് അല്ല, പ്രിയങ്ക ഇനി വന്നാലും പ്രിയങ്കയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നു. അതെ, അത് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ല. ബൈപ്പോളാർ ഡിസീസ് അല്ല, അത് ബോട്ടിൽ ഡിസീസാ. ബോട്ടിൽ ഡിസീസ്. അതായത് കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് എത്രയോ നാൾ മുമ്പ് അവരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണ്ടെന്ന് തീരുമാനിച്ചിരുന്നാണെന്ന് അറിയാമോ? അങ്ങനെ അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു നിവൃത്തിയില്ലാണ്ടായി പോയി കഴിഞ്ഞപ്പോഴാണ് അവര് രംഗത്തിറങ്ങിയത്. ഇതിപ്പോ ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ അപവാദം പറയുകയാണെന്ന്. അപവാദമൊന്നുമില്ല. ഞാൻ കാരണം ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതി കൊണ്ട് കേസ് കൊടുക്കട്ടെ. നമ്മൾ പോയി എന്താ പറയാം, ഈ പബ്ലിക് ഡൊമൈനിൽ ഉള്ള മെറ്റീരിയൽസ് ഒന്നും അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഏതായാലും സ്റ്റോറി പറയില്ല. ഞാൻ ആരാ അവരെ കുറിച്ച് സ്റ്റോറി പറയാനായിട്ട്? നല്ല കാര്യം. അവർ നിഷേധിക്കട്ടെ. അരുൺ സിംഗിന്റെ മോനെ രാഹുൽ ഗാന്ധി തല്ലി താഴ്ത്തിട്ടും ആ ചെറുക്കൻ തിരിച്ചെഴുന്നിട്ട് 2 പൊട്ടിക്കൽ വെച്ച് കൊടുത്തതും തെറ്റാണെന്ന് അവർ പറയട്ടെ. ഈ ഇവരുടെ ഞാൻ എപ്പോഴും പറയാറില്ലേ, 5 or 6 പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരുടെ മരണത്തെക്കുറിച്ച് ഇവരെന്താ പ്രതികരിക്കാത്ത?
എനിക്ക് അവരോട് അങ്ങനെ ഒരാളെ കുറിച്ച് അപവാദം പറയേണ്ട ആവശ്യമുണ്ടോ? അപവാദമല്ല, നമ്മൾ പറയണ മുഴുവനും എന്താ പറയണ വസ്തുതകളാണ്, മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞു, ടൈം ക്യാപ്സൂൾ ഉണ്ടാക്കി അതിനകത്ത് എൻഗ്രേവ് ചെയ്തിട്ടു ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ രാജ്യമായിരുന്നു, എന്നാൽ അതുകൊണ്ട് കുഴിച്ചിട്ടു. മറ്റൊരു കുഴി മാന്തി പുറത്തെടുത്തു. അതെ, നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതൊക്കെ സത്യസന്ധമായ വാർത്തകളാണ്, ഇതൊക്കെ നടന്ന സംഭവമാണ്. ഇതൊക്കെ ആരും പറയുന്നില്ല എന്നേ ഉള്ളൂ, നമ്മളായിട്ട്. അന്ന് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് സൂചിപ്പിച്ചില്ലേ, വിവേക് അഗ്നിഹോത്രിയുടെ ബുദ്ധ ഇൻ ദ ട്രാഫിക് ജാം എന്നിട്ട് പറഞ്ഞ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിരുന്നു. അപ്പൊ അതിനകത്ത് അതിന്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞാണ്, ഈ കുടുംബത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും ഒന്നും എഴുതില്ല, അവർക്കെതിരായിട്ട് ഒന്നും എഴുതില്ല. ശരിയല്ലേ? ഇവിടുത്തെ എന്താ ഏറ്റവും വലിയ ശത്രുക്കളാണല്ലോ കോൺഗ്രസും CPM-ന്റെ മുഖപത്രത്തിനകത്ത് ഈ കുടുംബത്തെക്കുറിച്ച്, രാഹുൽ ഗാന്ധിനെ കുറിച്ച്, പ്രിയങ്ക ഗാന്ധിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അവര് മോദിനെ കുറിച്ച് എന്തൊക്കെയാ എഴുതുന്നത്? RSS നേതാവ് നമ്മുടെ സർസംഘ് ചാലകിനെ കുറിച്ചിട്ട് എന്താണ് എഴുതുന്നത്? എന്തൊക്കെയാ എഴുതാത്തത് അവര്? അത് മാത്രം കണക്കാക്കി വെച്ചാൽ പോരെ? അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഫാമിലിക്ക് മീഡിയ എന്ന് കണ്ടുവാനും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മീഡിയ ഹാസ് ബിൻ ബോട്ട് ഓവർ ബൈ ദം, നോ ഡൗട്ട്, അത് ശരിയാണ്. പക്ഷേ ഈ പ്രിയങ്ക ഗാന്ധി ആസാമിലെ ഖമാക്കിയ ക്ഷേത്രത്തിലോ ഇനി അതുപോലെ പശുപതിനാഥ് ക്ഷേത്രത്തിലോ തൊട്ട് ഗുരുവായൂർ കന്യാകുമാരി വരെ പോയാലും ദൈവത്തിന് ഒരു പരിധിയില്ലേ രക്ഷിക്കാനായിട്ടില്ലേ? നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു പോയില്ലേ? അതെ. ഏതായാലും പ്രിയങ്ക അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള സ്വപ്നം റോബർട്ട് വാദ്രയുടെ സ്വകാര്യ സ്വപ്നമായിരിക്കും. അത് റോബർട്ട് വാദ്രയുടെ സ്വകാര്യ സ്വപ്നം മാത്രമായിരിക്കും. അത് മാത്രമല്ല, അവർ പ്രധാനമന്ത്രി ആവണം എന്നുണ്ടെങ്കിൽ ഈ BJPയുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമേ അവർ പ്രധാനമന്ത്രി ആവുള്ളൂ. BJP അതുപോലെ മോശമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കണം. അത് പ്രതീക്ഷിച്ചിരിക്കാനേ പറ്റുള്ളൂ. അപ്പോഴും വേറെ പ്രശ്നമുണ്ട്. ഈ സഖ്യകക്ഷികൾ കുറേ എണ്ണം ഉണ്ടല്ലോ, എന്നാൽ ഈർക്കിൽ പാർട്ടികൾ, എച്ചിൽ പാർട്ടികളും കുറേ എണ്ണം ഉണ്ടല്ലോ. അവരൊക്കെ അവരുടെ എന്താ പറയുന്ന ആവശ്യങ്ങളായിട്ട് വരും. ആരൊക്കെ പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി ഷർട്ട് തയ്പ്പിച്ച് വെച്ചിരിക്കണം? അഖിലേഷ് യാദവ്, പിന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ ലാലു പ്രസാദ് യാദവ്, ദെൻ ഇവിടെ സ്റ്റാലിനോ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ മകനോ, മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ, അവനും ഇല്ലേ ആഗ്രഹം. പിന്നെ കർണാടകയിൽ ശിവകുമാർ, അയാളെന്താ മോശമാണോ? ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് സാർ, ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ അഖിലേഷ് യാദവ് ഇന്നലെ UP-യിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഈ AI സമ്മിറ്റ് പോലെയുള്ള ലോകരാജ്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പോയി യൂത്ത് കോൺഗ്രസ്സുകാർ ഈ തുണി ഉരിഞ്ഞ് പ്രതിഷേധിച്ചത് ശരിയായില്ല എന്ന് അഖിലേഷ് പറഞ്ഞു. അവർ പറഞ്ഞ് കേട്ടില്ലേ, ഞങ്ങൾ ഗാന്ധിയുടെ പിന്മുറക്കാരാണ്, അപ്പം ഞങ്ങൾ ഷർട്ട് ഇടാനേ നടക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിപ്പോൾ 4 ദിവസത്തിന് അമ്മമാരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തേക്കുക, ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. പള്ളക്ക് 4 കുത്തു വെച്ച് നോക്കുമ്പോൾ അവന്മാരെ പറയാം, ആര് പറഞ്ഞിട്ടാ വന്നെന്നുള്ള കാര്യം അവർ പറയാതിരിക്കുമോ? നല്ല കാര്യം. അപ്പം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ്. അവര് പോലീസുകാരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, പള്ളക്കിട്ട് കുത്തിയാലും വേണ്ടല്ലോ, ഉള്ള സത്യം മുഴുവൻ പുറത്തു കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നല്ല ചവിട്ട് കിട്ടി പിടിച്ചപ്പോൾ തന്നെ. അത് നാട്ടുകാര് പോലീസുകാരെയും കൈകാര്യം ചെയ്യുക. അത് വലിയ 100ഓളം രാഷ്ട്രങ്ങളും കോർപ്പറേറ്റ് തലവന്മാരും പങ്കെടുത്ത സമ്മിറ്റാണ്. അതിന്റെ മുമ്പിൽ കിടന്നിട്ടാണ് ഈ പോക്കിരിത്തരം കാണിച്ചവര്. ഇവര് പരാജയപ്പെടും. തങ്ങൾക്കൊരിക്കലും നേരായ മാർഗത്തിൽ കൂടി പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ പറ്റില്ല എന്നവർക്ക് നന്നായിട്ടറിയാം. എൻ്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് സുനിലിനോട് രഹസ്യമായിട്ട് പറയാം, ആരാണ് പറഞ്ഞതെന്ന്. നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് അല്ലെങ്കിൽ അന്ന് ഭരിക്കുന്ന ആൾക്കാരോട് പറയണം, ഇന്ത്യ നേരിടാൻ പോകുന്നൊരു വലിയ പ്രശ്നം ഇതായിരിക്കും, ഞങ്ങളുടെ രാജ്യത്തിൽ ഇത് തന്നെയാണ് നടക്കാൻ പോണേ. പക്ഷെ എഴുതരുത്, ഒരു മനുഷ്യനോട് പറയരുത് ഞാനാണ് പറഞ്ഞതെന്നുള്ളത്. അത് നിങ്ങളുടെ രാജ്യത്തിലെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടു എന്നുള്ളതിന് തുല്യമാവും. ഞാൻ ഇദ്ദേഹമായിട്ട് 2 മണിക്കൂറോളം സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. എനിക്കൊരു ഏറ്റവും വലിയ ന്യൂസ് കിട്ടി. പക്ഷെ ഒറ്റ കണ്ടീഷനായിരുന്നു എനിക്ക്, ഈ കാര്യമല്ല, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും എഴുതിക്കോ, അത് കുറേ വർഷങ്ങൾക്ക് ശേഷം. അത് ഞാൻ എഴുതിയില്ല കേട്ടോ, ഞാൻ ഐ കെപ്റ്റ് ദ വേർഡ്. ഇപ്പം ഞാനിപ്പോൾ സുനിലിൻ്റെ അടുത്ത് പറയുക, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇന്ത്യയിലേക്ക് ഈ വേറൊരു ആംഗിളിലാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അവരുടെ ഇലക്ഷൻ, അതിന് മുമ്പത്തെ ഇലക്ഷൻ അവർ തോക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, തോൽപ്പിച്ചതാണ്, 1% വോട്ട് കൊണ്ടാണ് ഞങ്ങളെ തോൽപ്പിച്ചത്. ഇത് നിങ്ങളുടെ രാജ്യത്തും ബാധകമാണ്, നിങ്ങൾ അറിയിക്കണം, ഇത് അറിയിക്കേണ്ടവർ, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നു.
എനിവേ അത്ര ഇവർ പ്രധാനമന്ത്രിയൊന്നും ആവാൻ പോകണില്ല. ഇനിയിപ്പോൾ ഉള്ളത് ആ പ്രിയങ്കയുടെ മകനുണ്ടല്ലോ റേഹാൻ, പിന്നെ മകള് മിറായ, അവര് തെരഞ്ഞെടുപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ വയനാട്ടിൽ വന്നപ്പോൾ ഈ പയ്യനെ വേദിയിൽ അവതരിപ്പിച്ചു. ഇപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കാനും പോകണല്ലോ. അതെ അതെ. അപ്പൊ പിന്നെ ഇനി അക്സെപ്റ്റബിലിറ്റിയുടെ പ്രശ്നമില്ലല്ലോ. അവര് അപ്പം തന്നെ ഈ ക്രിസ്ത്യൻസിനും അറിയാം, മുസ്ലിംസിനും അറിയാം ഇവര് മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ ഫാമിലി ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് അവർക്ക് ഇവരോട് ഇത്ര വലിയ ആഗ്രഹം. അപ്പൊ ഈ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവര് ഇപ്പൊ യഥാർത്ഥ മുസ്ലിം ആണ് എന്നുണ്ടെങ്കിൽ അവര് അമ്പലത്തിലോ ഒക്കെ പോയി തൊഴിലില്ലോ. അവിടെ വിഗ്രഹാരാധന നിഷിദ്ധമല്ലേ. മറ്റവൻ എന്തൊക്കെയാണ് ജാനൂധാരി ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞു നടക്കുന്നത്. കയ്യിലിരിപ്പ് മുഴുവൻ അബ്രാഹ്മണന്റെ കൂടി വേഴ്സ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ വാൽമീകി പണ്ടെങ്ങനെയാ നടന്നിരുന്നത് അതുപോലെ ഇപ്പൊ അവൻ ഡൽഹി കൂടിയൊക്കെ നടക്കണം. ദിസ് ഇസ് ദ തിങ്, ദിസ് കൺട്രി ഇപ്പൊ ഉള്ളത്. ഇപ്പൊ തൽക്കാലം BJPയുടെ കുറെ നേതാക്കന്മാരും ഉണ്ട്. അവര് മാത്രമേ ഉള്ളൂ ഓപ്ഷനായിട്ട്. കാരണം ബാക്കിയുള്ളവരാരും ഇപ്പൊ ശരത് പവാർ മരിക്കാൻ കിടക്കുക. അതെ അതെ. ശരത് പവാറിന്റെ മകളെ മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ആരെങ്കിലും അറിയോ? പാർലമെന്റിലെ ആൾക്കാരെ അറിയായിരിക്കും. സുപ്രിയ സുലേനെ, അതുപോലെ കനിമൊഴിനെ തമിഴ്നാട്ടുകാർ കുറെ പേര് അറിയും. അതിനപ്പുറത്തോട്ട് ആർക്കും അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ? ഇത് ചില്ലറ കാര്യമില്ല. ചായക്കാടക്കാരൻ പ്രധാനമന്ത്രിയായെന്നുണ്ട്. ആ മനുഷ്യൻ അതിന് എത്ര നാളായി BJPക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? BJPക്കും അതിനു മുമ്പ് സംഘത്തിന് വേണ്ടിയിട്ടും. യെസ്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ പ്രധാനമന്ത്രി മോഹം ഒരു മരീചികയായിരിക്കും. എൻ്റെ ആയുസ്സിൽ ഞാൻ അവർ പ്രധാനമന്ത്രി ആവണത് കാണില്ല എന്നുള്ള ഉറപ്പാണ്. ഞാനത് വല്ല 100 രൂപയുടെ 500 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് വെച്ചു. എന്നോട് ചില പ്രേക്ഷകർ പറയാറുണ്ട്, ഈ കുമാർ ചെല്ലപ്പൻ സാർ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ ഒരു വലിയ അറിവിൻ്റെ ഒരു പത്തായപ്പുര തുറന്നു കിട്ടുകയാണ്. അപ്പോൾ നോക്കൂ, ഞാനും സാറ് തൊഴുവൊന്നും വേണ്ട, അങ്ങനെ വിനയനാവണ്ട. അതായത് സുനിൽ, ഞാൻ ഇവിടെ വന്ന് സുനിലിന്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് ഞാൻ പറയട്ടെ, പ്രേക്ഷകർ അറിയാൻ വേണ്ടി പറയുക. ഞാൻ ഈ സാറിനെ നിർബന്ധിച്ച് എനിക്ക് വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻഫർമേഷൻ തരും. അപ്പോൾ ഞാൻ ഇതൊന്നും പറ്റില്ല, ഒരു ദിവസം വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്നു. അതെൻ്റെ ആ തീരുമാനം 100% ശരിയായിരുന്നു പ്രേക്ഷകർ പറയുന്നത്. പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലരും പറയുന്നു വിടരുത്, അത് പുലിയാണ്, വിട്ടേക്കരുത്, കൊണ്ടുവരണം. നിങ്ങൾ തമ്മിലുള്ള ആ കോമ്പിനേഷൻ വലിയ നല്ല സിങ്കായി. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ പ്രിയങ്കയുടെ കാര്യം ചോദിച്ചു, എത്ര കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിരുന്നാൽ പോരാ, ലോകം അറിയട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുമാർ ചെല്ലപ്പൻ സാർ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ ഇന്ത്യ ലൈവിനൊപ്പം ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിഷയമായിട്ട് അടുത്ത എപ്പിസോഡ്